ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ. ഇത് നമ്മൾ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ്റെ സെക്കൻഡ് മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് ഫോം 1 നമ്മൾ പഠിച്ചു. സെക്കൻഡ് മെത്തേഡാണ് ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് IIR ഫിൽറ്റേഴ്സ്. അപ്പം ഈ ഡയറക്റ്റ് ഫോം 2 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോം 1നെ കമ്പയർ ചെയ്യുമ്പം ഡിലേ എലിമെൻറ്റ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ലെസ് നമ്പർ ഓഫ് ഡിലേ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോം 2ൽ IIR ഫിൽറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം നമുക്കറിയാവുന്ന IIR സിസ്റ്റത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഇക്വേഷൻ എടുക്കാം. അപ്പം ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് y of n equal to minus summation k1 to n ak y of n minus k plus summation k0 to m bk x of n minus k. ജനറൽ ഇക്വേഷനാണിത്. ഇനി അതിലെന്ത് ചെയ്യണം? k equal to 1 to n ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. k1 to n വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ y of n equal to minus a1 y of n minus 1. കാരണം kക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ a1 y of n minus 1. kക്ക് 2 ആണെങ്കിലോ minus a2 y of n minus 2 മൈനസ് kക്ക് 3 ആണെങ്കിൽ മൈനസ് a3 y of n minus 3 അപ് ടു എവിടം വരെയാണ്? അപ് ടു n ടേം വരെ. അപ്പം മൈനസ് an y of n minus n. അപ്പം അതാണ് ഫസ്റ്റ് ടേം കഴിഞ്ഞു. പ്ലസ് സമ്മേഷൻ k0 to m bk x of n minus k. അതിൽ bk എന്ന് പറയുമ്പം kക്ക് നമുക്ക് 0 to m വരെ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ b0 x of n പ്ലസ് b1 x of n minus 1 പ്ലസ് b2 x of n minus 2 എക്സ്ട്രാ അപ് ടു bm x of n minus m. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? z ട്രാൻസ്ഫോം എടുക്കുകയല്ലേ ചെയ്യാറ്. അപ്പം ടേക്കിംഗ് z ട്രാൻസ്ഫോം on both sides we get y of z equal to minus a1 z raised to minus 1 y of z. അപ്പോൾ minus a1 y of n minus 1 z ട്രാൻസ്ഫോം എടുത്താൽ minus a1 z raised to minus 1 y of z. ഇവിടെ ഈ ഒരു ടേമിൻ്റെ z ട്രാൻസ്ഫോം എടുത്താൽ മൈനസ് a1 z raised to minus 1 y of z. ഈ ടേമിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് a2 അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റിൽ മാറ്റൊന്നുമില്ല, മൈനസ് a2 y of n minus 2 z ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ z raised to minus 2 y of z മൈനസ് എക്സെട്ര അപ് ടു an y of n minus 1 എന്ന് പറഞ്ഞാൽ an z raised to minus n y of z പ്ലസ് b0 x of n z ട്രാൻസ്ഫോം ആണ് b0 x of z പ്ലസ് b1 x of n minus 1 z ട്രാൻസ്ഫോം ആണ് b1 z raised to minus 1 x of z പ്ലസ് b2 x of n minus 2 z ട്രാൻസ്ഫോം ആണ് b2 z raised to minus 2 x of z പ്ലസ് എക്സെട്ര അപ് ടു bm z raised to minus m x of z. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? z ട്രാൻസ്ഫോം എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം y of z ഈക്വൽ ടു y of z-ൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, പിന്നെ x of z-ൻ്റെ ടേംസ് ഉണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് y of z-നെയും x of z-നെയും ഗ്രൂപ്പ് ചെയ്യാം. അപ്പം ഇതിൽ y of z-നെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം y of z പ്ലസ് a1 z raised to minus 1 y of z പ്ലസ് a2 z raised to minus 2 y of z പ്ലസ് എക്സെട്ര അപ് ടു an z raised to minus n y of z എന്ന് കിട്ടി. ഈക്വൽ ടു b0 x of z പ്ലസ് b1 x z raised to minus 1 x of z പ്ലസ് b2 z raised to minus 2 x of z പ്ലസ് എക്സെട്ര അപ് ടു bm z raised to minus m x of z എന്ന് കിട്ടി. y of z എന്ന് വരുന്ന ടേംസിനെ കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി y of z-നെയും x of z-നെയും ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ y of z-ഉം x of z-ഉം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷൻ കിട്ടും y of z ഇൻറ്റു 1 പ്ലസ് a1 z raised to minus 1 പ്ലസ് a2 z raised to minus 2 പ്ലസ് എക്സെട്ര അപ് ടു an z raised to minus n ഈക്വൽ ടു x of z ഇൻറ്റു b0 പ്ലസ് b1 z raised to minus 1 പ്ലസ് b2 z raised to minus 2 പ്ലസ് എക്സെട്ര അപ് ടു bm z raised to minus m എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? y of z ബൈ x of z എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ സ്റ്റെപ്പിലേക്ക് നമ്മളെത്തും? ഈ സ്റ്റെപ്പിലേക്ക് നമ്മളെത്തും. ഇനി ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്. y of z ബൈ x of z-നെ പുതിയൊരു ടേമും കൂടെ നമ്മളവിടെ കൊണ്ടുവന്നു, w of z. ഇൻ ടേംസ് ഓഫ് w of z കൂടെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ w of z ബൈ x of z ഇൻറ്റു y of z ബൈ w of z നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ w of z ബൈ x of z എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് a1 z raised to minus 1 ഇൻറ്റു a2 z raised to minus 2 പ്ലസ് എക്സെട്ര അപ് ടു an z raised to minus n എന്ന് പറയുന്ന ഈ ടേം. ഇനി y of z ബൈ w of z എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്
അപ്പം ഇതിൽ ഡബ്ല്യു ഓഫ് സെറ്റും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തിട്ടും y(z)/x(z). അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ രീതിക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ y(z)/w(z) എന്ന് പറയുന്ന ടേമാണ് b0 പ്ലസ് b1z(-1) പ്ലസ് b2z(-2) പ്ലസ് എക്സെട്ര അപ് ടു bm z(-m) എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ w(z)/x(z)നെ അതേപോലെ തന്നെ y(z)/w(z) നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പം ഇതിൻ്റെ അകത്ത് w(z)/x(z) നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, w(z) പ്ലസ് ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പറിനൊന്ന് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? w(z) പ്ലസ് a1z(-1) w(z) പ്ലസ് a2z(-2) w(z) എക്സെട്ര അപ് ടു an z(-n) w(z) ഈക്വൽ ടു x(z) എന്നല്ലേ വരിക? അത് തന്നെയല്ലേ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത്? നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് അതല്ലേ? ദെൻ നമുക്കിനി എന്താ അടുത്ത്? ഇതിൽ നിന്ന് w(z) ഈക്വൽ ടു നമുക്കിവിടെ ഒന്നും കൂടെ മാറ്റി എഴുതാം. ഇൻ ടേംസ് ഓഫ് w(z)ലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വരും? x(z) മൈനസ് a1z(-2). അപ്പം ഈ w(z)നെ മാത്രം ഇവിടെ നിർത്താം, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? ഇക്വേഷൻ നമ്പർ 4 കിട്ടും. w(z) ഈക്വൽ ടു x(z) മൈനസ് a1z(-1) w(z) മൈനസ് a2z(-2) w(z) മൈനസ് എക്സെട്ര അപ് ടു മൈനസ് an z(-n) w(z). അപ്പം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് w(z)ലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് y(z) എന്ന് പറയുന്ന ടേമിലേക്ക് ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരണം. y(z) എന്ന് പറയുന്ന ടേമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 എടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y(z) ഈക്വൽ ടു b0 w(z) പ്ലസ് b1z(-1) w(z) പ്ലസ് b2z(-2) w(z) എക്സെട്ര അപ് ടു bm z(-m) w(z) എന്ന് വരും. അതല്ലേ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്? അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 5ഉം കിട്ടി. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് w(z) ആണ്. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് y(z) ആണ്. അപ്പം നമ്മൾ ഇനി ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇൻ ടേംസ് ഓഫ് w(z)ഉം y(z)ഉം വേണം നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് w(z) ഈക്വൽ ടു x(z) മൈനസ് a1z(-1) w(z) അല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ x(z) മൈനസ് a1z(-1) w(z) മൈനസ് a2z(-2) w(z) എക്സെട്ര അപ് ടു മൈനസ് an z(-n) w(z). ഇത് ഏത് പോർഷനാണ്? ഇപ്പം ഈ ലെഫ്റ്റ് പോർഷനല്ലേ ഇപ്പം നടക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ z(-1) എന്ന് പറയുന്ന ഡിലേ എലമെൻറ്റ്സ് രണ്ട് പോർഷനിലേക്കും കോമൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അവിടെ ഡിലേ എലമെൻറ്റ്സ് കുറവായിട്ട് നമുക്ക് വരുന്നത്. ഇനി നോക്കി, അപ്പം w(z) നമുക്ക് അങ്ങനെ കിട്ടി. ഇനി y(z) എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ y(z) ഈക്വൽ ടു b0 w(z) പ്ലസ് b1z(-1) w(z) പ്ലസ് b2z(-2) w(z) പ്ലസ് എക്സെട്ര അപ് ടു ഇത്രയും പോർഷൻസ് അല്ലേ? ഇത്രയും പോർഷൻസ് അതിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? y(z)ലേക്ക് കൊടുക്കും. അപ്പോൾ y(z) ഈക്വൽ ടു b0 w(z) പ്ലസ് b1z(-1) w(z). ഈ w(z) ആണ് നമ്മളിവിടെ ആദ്യം ഇക്വേഷൻ നമ്പർ 4ൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം 2 മെത്തേഡ് പ്രകാരം IIR സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ഇപ്പം നമ്മൾ ചെയ്തു? നമ്മൾ ആദ്യം നമ്മുടെ ഡിഫറൻസ് ഇക്വേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് w(z) ആൻഡ് y(z) ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരണം ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷന്. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ w(z)ഉം y(z) ആണ് നമ്മൾ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ y(n) ഈക്വൽ ടു -3/8 y(n - 1) പ്ലസ് 3/32 y(n - 2) plus 1/64 y(n - 3) plus x(n) plus 3x(n - 1) plus 2x(n - 2. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ഫോം 2ൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളതിനെ z ട്രാൻസ്ഫോം എടുക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺ ടേക്കിംഗ് z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ഓൺ ടേക്കിംഗ്
z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. നമുക്ക് രണ്ട് സൈഡിലും അതിൻ്റെ z ട്രാൻസ്ഫോം എടുക്കാം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം z ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞ് നമുക്കിതിനെ എങ്ങനെ എഴുതാം? y ഓഫ് z ഈക്വൽ ടു -3/8. y ഓഫ് n മൈനസ് വണ്ണിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z റേസ് ടു -1 y ഓഫ് z പ്ലസ് 3/32 y ഓഫ് n മൈനസ് ടുവിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z റേസ് ടു -2 y ഓഫ് z പ്ലസ് 1/64 y ഓഫ് n മൈനസ് 3ൻ്റെ z ട്രാൻസ്ഫോം z റേസ് ടു -3 y ഓഫ് z പ്ലസ് എക്സ് ഓഫ് എൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് z പ്ലസ് 3x ഓഫ് n മൈനസ് വണ്ണിൻ്റെ z ട്രാൻസ്ഫോം z റേസ് ടു -1, ഇവിടെ 3യും കൂടെ വരുന്നുണ്ട്, 3z റേസ് ടു -1 എക്സ് ഓഫ് z പ്ലസ് 2z റേസ് ടു -2 എക്സ് ഓഫ് z. ഇനി നമുക്ക് z ട്രാൻസ്ഫോം എഴുതി കൂടെ y ഓഫ് z ഈക്വൽ ടു -3. നമുക്കറിയാവുന്ന കാര്യമാണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ഓഫ് zനെ ഗ്രൂപ്പ് ചെയ്യുക, y ഓഫ് zനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, എക്സ് ഓഫ് zനെ റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരുമ്പോൾ y ഓഫ് z പ്ലസ് 3/8 z റേസ് ടു -1 y ഓഫ് z മൈനസ് 3/32 z റേസ് ടു -2 y ഓഫ് z minus 1/64 z raised to -3 y of z equal to x of z plus 3z raised to -1 x of z, 3z raised to -1 x of z plus 3 plus 2z raised to -2 x of z. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് y ഓഫ് zനെയും എക്സ് ഓഫ് zനെയും ഗ്രൂപ്പ് ചെയ്യാം. അപ്പം y ഓഫ് zനെയും എക്സ് ഓഫ് zനെയും ഗ്രൂപ്പ് ചെയ്യുമ്പം y ഓഫ് z ഇൻറ്റു 1 പ്ലസ് 3/8 z റേസ് ടു -1 മൈനസ് 3/32 z റേസ് ടു -2 മൈനസ് 1/64 z റേസ് ടു -3 എന്ന് കിട്ടും. ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു 1 പ്ലസ് 3z റേസ് ടു -1 പ്ലസ് 2z റേസ് ടു -2 എന്ന് എടുക്കാം. അപ്പം y ഓഫ് സെറ്റും എക്സ് ഓഫ് സെറ്റും ഗ്രൂപ്പ് ചെയ്തു. ഇനി y ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് എത്തിക്കുകയാണ്. y ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 പ്ലസ് 3z റേസ് ടു -1 പ്ലസ് 2z raised to -2 whole divided by 1 plus 3/8 z raised to -1 minus 3/32 z raised to -2 minus 1/64 z raised to -3. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ ഓഫ് 1നെ നമുക്ക് y ഓഫ് z ബൈ w ഓഫ് z ഈക്വൽ ടു w ഓഫ് z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z ഇൻറ്റു y ഓഫ് z ഡിവൈഡ് ബൈ w ഓഫ് z എന്ന് പറയുന്ന ടേമിലേക്ക് അതിനെ മാറ്റണം. അപ്പം നമുക്കതിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം y ഓഫ് z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z ഈക്വൽ ടു w ഓഫ് z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z ഇൻറ്റു y ഓഫ് z ഡിവൈഡഡ് ബൈ w ഓഫ് z എന്ന് പറയുന്ന ടേമിലേക്ക് നമുക്കതിനെ കൊണ്ടുവരണം. അപ്പം ഇതിൽ w ഓഫ് z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3/8 z റേസ് ടു -1 മൈനസ് 3/32 z റേസ് ടു -2 മൈനസ് 1/64 z റേസ് ടു -3 എന്ന് എഴുതിക്കൂടെ? അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ y ഓഫ് z ഡിവൈഡഡ് ബൈ w ഓഫ് z ഈക്വൽ ടു 1 പ്ലസ് 3z റേസ് ടു -1 പ്ലസ് 2z റേസ് ടു -2 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 3.
നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2നെയും 3നെയും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കണം. ഏതൊക്കെ, W(z)ഉം Y(z)ഉം. അതിനെയാണ് നമ്മളിനി ബ്ലോക്ക് ഡയഗ്രാം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2ഉം 3യും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് 2 എടുക്കാം. അപ്പോൾ ഫസ്റ്റ് 2 എടുക്കുന്ന സമയത്ത് W(z) ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, W(z) ഇൻറ്റു 1 + 3/8z⁻⁻1 മൈനസ് 3/32z⁻2 മൈനസ് 1/64z⁻3 ഈക്വൽ ടു x(z) എന്ന് എഴുതാം. ഇനി ഇതിന് നമുക്ക് ഇതിൽ നിന്ന് W(z) ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം W(z) ഈക്വൽ ടു ഈ ഫസ്റ്റ് ടേം നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. x(z) മൈനസ് 3/8z⁻1 പ്ലസ് 3/32z⁻2. ഇവിടെയൊക്കെ x(z) ഇവിടെ W(z) എന്ന് പറയുന്ന ടേമും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെയും കൂടെ W(z) മൈനസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് വരും. പ്ലസ് 1/64z⁻3 W(z) എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് എഗെയിൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എടുക്കുക. ഇക്വേഷൻ നമ്പർ 3നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y(z) ഈക്വൽ ടു W(z) പ്ലസ് 3z ഇൻവേഴ്സ് W(z) പ്ലസ് 2z⁻2 W(z) എന്ന് എടുത്തൂടെ. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം ആണ് നമുക്ക് റെപ്രസെൻ്റ്. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് W(z) ആണ്. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് Y(z) ആണ്. നമുക്കിനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം. അപ്പം ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പം നമ്മൾ ഏത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇൻപുട്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടിൽ നമുക്ക് ഏതാണുള്ളത്, നമ്മുടെ കയ്യിൽ x(z) ആണുള്ളത്. അപ്പോൾ x(z) പ്ലസ് എന്ന് പറയുന്ന ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് W(z)നെ എടുക്കാം. W(z) z⁻1 W(z) വരുന്നില്ലേ. അപ്പം z⁻1 W(z)നെ ഏത് ടേം വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, -3/8z⁻1 W(z). ഇവിടുത്തെ പോയിന്റ് നമുക്ക് W(z) എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അപ്പം -3/8z⁻1 W(z) പ്ലസ്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ആഡർ കൊടുക്കണം. ഇനി z⁻1 ഇനിയും ഏത് വരുന്നുണ്ട്, W(z) എന്ന് വീണ്ടും വരുന്നില്ലേ. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ പോയിന്റിൽ കിട്ടുന്ന എന്താ, z⁻2 W(z) ആണ്. അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് വരിക, 3/32. അപ്പോൾ 3/32 ഇൻറ്റു z⁻2 W(z). അതിൻ്റെയും കൂടെ പ്ലസ് ടേം വരുന്നുണ്ട്, ആഡർ വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് z⁻3 ഉണ്ട്. സോ ഒരു z⁻1 കൂടെ എടുക്കാം. അപ്പം ഒരു -1 കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, z⁻3 W(z) ഇൻറ്റു അവിടുത്തെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/64 ആണ്. 1/64. ഇനി അതെന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം ഇത് ടേംസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x(z) W(z) ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് W(z) ഈക്വൽ ടു x(z) -3/8z⁻1 W(z) പ്ലസ് 3/32z⁻2 W(z) പ്ലസ് 1/64z⁻3 W(z). നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് സൈഡാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് സൈഡ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് Y(z) ആണ് ഇരിക്കുന്നത്. അപ്പം Y(z)ൽ നമുക്ക് ഒരു ആഡർ വെച്ച് നമുക്ക് ഔട്ട്പുട്ട് Y(z) എടുക്കാം. അപ്പം Y(z) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W(z) ഇൻറ്റു z⁻1 3 വരുന്നുണ്ട്. അപ്പം W(z)ഉം z⁻1 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു മൾട്ടിപ്ലെയർ കൊടുത്താൽ മതി. ഏതാണ് മൾട്ടിപ്ലെയർ ഇവിടെ വരുന്നത്, 3.
അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3z⁻⁻1 അതിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കണം? ഒരു ആഡറിലേക്ക് കൊടുക്കണം. ഇനി അടുത്തൊരു ടേം ഔട്ട്പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് z⁻2w ഇൻറ്റു 2 ആണ്. അപ്പോൾ z⁻2 എന്ന് കിട്ടണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ പോരെ. അപ്പം z⁻2 മൾട്ടിപ്ലയർ ഓക്കെ നമ്മുടെ മൾട്ടിപ്ലയർ നമ്മൾ കൊടുക്കുന്നത് 2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2z⁻2w ഇതിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? ആഡറിലേക്ക് കൊടുക്കും. ആ ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് y എന്താണ് കിട്ടുക? y ഈക്വൽ ടു w പ്ലസ് 3z⁻1w പ്ലസ് 2z⁻2w എന്ന് കിട്ടിയില്ലേ? അപ്പം ഇങ്ങനെയാണ് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിലേ എലിമെൻറ്റ്സ് കുറഞ്ഞു. കാരണം ഡിലേ എലിമെൻറ്റ്സ് കുറയാൻ കാരണം എന്താണ്? ഇവിടെ z⁻1 എന്ന് പറയുന്ന പോർഷൻസ് ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഡയറക്റ്റ് ഫോം 2ൻ്റെ അകത്ത് ഡിലേ എലിമെൻറ്റ്സ് കുറവാണ് ഡയറക്റ്റ് ഫോം 1നെ കമ്പയർ ചെയ്യുമ്പോൾ. ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഒന്നും കൂടെ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതെൻ്റെ നീറ്റായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇവിടെ w ഈക്വൽ ടു x മൈനസ് 3/8z⁻1 ഓക്കെ, പ്ലസ് 3/32z⁻2 പ്ലസ് 1/64z⁻3w ഇതാണ്. പ്ലസ് x എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? w കിട്ടും. y ഈക്വൽ ടു 3z⁻1w പ്ലസ് 2z⁻2w y കേസിലും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ അകത്ത് വരുന്നത്. ഇതേപോലെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കൂടെ? സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുമ്പം എങ്ങനെ വരും? സെക്കൻഡ് എക്സാമ്പിൾ ഇതേപോലെ നോക്കാം. y ഓഫ് n, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് 0.5 x ഓഫ് n മൈനസ് 1 പ്ലസ് 0.4 x ഓഫ് n മൈനസ് 2 മൈനസ് 0.6 y ഓഫ് n മൈനസ് 1 മൈനസ് 0.7 y ഓഫ് n മൈനസ് 2 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ z ട്രാൻസ്ഫോം എടുക്കുക. z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പം ഫസ്റ്റ് നമുക്ക് എഴുതാം ഓൺ ടേക്കിംഗ് z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. അപ്പം z ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് z ഈക്വൽ ടു x ഓഫ് z പ്ലസ് 0.5 z⁻1 x ഓഫ് z പ്ലസ് 0.4 z⁻2 x ഓഫ് z മൈനസ് 0.6 z⁻1 y ഓഫ് z മൈനസ് 0.7 z⁻2 y ഓഫ് z എന്ന് കിട്ടും. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? y ഓഫ് z എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. y ഓഫ് z ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y ഓഫ് z പ്ലസ് 0.6 z⁻1 y ഓഫ് z പ്ലസ് 0.7 z⁻2 y ഓഫ് z ഈക്വൽ ടു x ഓഫ് z പ്ലസ് 0.5 x ഓഫ് z പ്ലസ് 0.5 z⁻1 x ഓഫ് z പ്ലസ് 0.4 z⁻2 x ഓഫ് z എന്ന് കിട്ടും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് y ഓഫ് z-നെയും x ഓഫ് z-നെയും ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ y ഓഫ് z-നെയും x ഓഫ് z-നെയും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ y ഓഫ് z ഇൻറ്റു 1 പ്ലസ് 0.6 z⁻1 പ്ലസ് 0.7 z⁻2 ഈക്വൽ ടു x ഓഫ് z ഇൻറ്റു 1 പ്ലസ് 0.5 z⁻1 പ്ലസ് 0.4 z⁻2 എന്ന് എഴുതാം. y ഓഫ് z-നെയും x ഓഫ് z-നെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? y ഓഫ് z ഡിവൈഡ് ബൈ x ഓഫ് z കണ്ടുപിടിക്കണം. അപ്പം y ഓഫ് z ഡിവൈഡ് ബൈ x ഓഫ് z ഈക്വൽ ടു ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോരെ. y ഓഫ് z ഡിവൈഡ് ബൈ x ഓഫ് z ഈക്വൽ ടു
1 plus 0.5 z raised to minus 1 plus 0.4 z raised to minus 2 whole divided by 1 plus 0.6 z raised to minus 1 plus 0.7 z raised to minus 2 എന്ന് എഴുതിക്കൂടെ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ? ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഓഫ് സെറ്റ്. അപ്പോൾ വൈ ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു വൈ ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് സെറ്റ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡബ്ല്യു ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഡബ്ല്യു ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താ എഴുതുക? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.6 സെറ്റ് റേസ് ടു മൈനസ് 1 പ്ലസ് 0.7 സെറ്റ് റേസ് ടു മൈനസ് 2. ഡബ്ല്യു ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഇനി നമുക്ക് അടുത്ത എന്താണ്? വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് സെഡ്. വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡബ്ല്യു ഓഫ് സെഡ് ഈക്വൽ ടു ബാക്കി വരുന്ന ടേം ഏതാണ്? 1 പ്ലസ് 0.5 സെറ്റ് റേസ് ടു മൈനസ് 1 പ്ലസ് 0.4 സെറ്റ് റേസ് ടു മൈനസ് 2. ന്യൂമറേറ്റർ ടേം മാത്രമല്ലേ പിന്നെ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? 2ഉം 3ന്നും ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തിയിട്ട് ഡബ്ല്യു ഓഫ് സെറ്റിനെയും വൈ ഓഫ് സെറ്റും കണ്ടുപിടിക്കണം. ഡബ്ല്യു ഓഫ് സെറ്റും വൈ ഓഫ് സെറ്റും കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. ഇക്വേഷൻ നമ്പർ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഡബ്ല്യു ഓഫ് സെറ്റ് പ്ലസ് 0.6 z raised to minus 1 w of z plus 0.7 z raised to minus 2 w of z equal to x of z എന്ന് കിട്ടി. ഇനി ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഓഫ് സെറ്റിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡബ്ല്യു ഓഫ് സെറ്റിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെ കംപ്ലീറ്റ് അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം therefore w of z equal to x of z minus 0.6 z raised to minus 1 w of z minus 0.7 z raised to minus 2 w of z എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത ഇക്വേഷൻ നമ്പർ 3നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സെറ്റ് പ്ലസ് 0.5 സെറ്റ് റേസ് ടു മൈനസ് 1 ഡബ്ല്യു ഓഫ് സെറ്റ് പ്ലസ് 0.4 സെറ്റ് റേസ് ടു മൈനസ് 2 ഡബ്ല്യു ഓഫ് സെറ്റ്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഓക്കെ, അപ്പം ഡബ്ല്യു ഓഫ് സെറ്റുമായി വൈ ഓഫ് സെറ്റുമായി ഡബ്ല്യു ഓഫ് സെറ്റുമായി വൈ ഓഫ് സെറ്റ്. നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ഡബ്ല്യു ഓഫ് സെറ്റും വൈ ഓഫ് സെറ്റിൻ്റെയും ഫോമിലേക്ക് നമുക്ക് വരയ്ക്കാം. അപ്പം നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്ന എന്താണ്? ഇൻപുട്ട് സൈഡിൽ എക്സ് ഓഫ് സെറ്റ് എടുക്കുക. എക്സ് ഓഫ് സെറ്റിന് നമ്മൾ സമ്മിങ് പോയിന്റിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആഡറിലേക്ക് കൊടുക്കും. അപ്പം എക്സ് ഓഫ് സെറ്റിന് ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എക്സ് ഓഫ് സെറ്റ് നമ്മൾ ആഡറിലേക്ക് കൊടുത്തു. അതിന് നമുക്ക് ഡബ്ല്യു ഓഫ് സെറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പം ഡബ്ല്യു ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളിവിടെ എടുത്തു. ഡബ്ല്യു ഓഫ് സെറ്റ് നമുക്ക് വേണ്ട എന്താണ്? ഡബ്ല്യു ഓഫ് സെറ്റ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ് മൈനസ് 0.6 സെറ്റ് റേസ് ടു മൈനസ് 1 ഡബ്ല്യു ഓഫ് സെറ്റ്. അപ്പം നമുക്കിവിടെ ആദ്യം എടുക്കാം സെറ്റ് റേസ് ടു മൈനസ് 1. ആ ടേമിൻ്റെ അത് വരുന്ന മൈനസ് 0.6 അല്ലേ. അപ്പം നമ്മുടെ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് മൈനസ് 0.6 എടുത്തു. മൈനസ് 0.6 സെറ്റ് റേസ് ടു മൈനസ് 1 ഡബ്ല്യു ഓഫ് സെറ്റ് നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കാം? ആഡറിലേക്ക് കൊടുക്കാം. ദെൻ എഗെയിൻ ഒരു ടേമും കൂടെ വരുന്നത് മൈനസ് 0.7 സെറ്റ് റേസ് ടു മൈനസ് 2 ഡബ്ല്യു ഓഫ് സെറ്റ്. അപ്പോൾ നമുക്ക് സെറ്റ് റേസ് ടു മൈനസ് 2 കിട്ടാൻ വേണ്ടി എഗെയിൻ സെറ്റ് റേസ് ടു മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മൾട്ടിപ്ലയർ ഏതാ കൊടുക്കേണ്ടത്? മൈനസ് 0.7. അപ്പം മൈനസ് 0.7 എന്ന് പറയുമ്പം മൈനസ് 0.7 അത് നമ്മൾ എന്ത് ചെയ്തു? ആഡറിലേക്ക് കൊടുത്തു. കാരണം ഇനി ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ അങ്ങ് ഡയറക്റ്റ് കൊടുക്കാം. ഇവിടെ കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് വേണ്ട എന്താണ്?
വൈ ഓഫ് സെഡ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ വൈ ഓഫ് സെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് വൈ ഓഫ് സെഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം വൈ ഓഫ് സെഡിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഡബ്ല്യു ഓഫ് സെഡ് പ്ലസ്, അപ്പോൾ അതവിടെ ഡബ്ല്യു ഓഫ് സെഡ് പ്ലസ് വന്നു, പ്ലസ് 0.5 സെഡ് റേസ് ടു -1. സെഡ് റേസ് ടു -1 ഓൾറെഡി അവിടെ ഉണ്ട്. സോ അതിലേക്ക് ഏതും കൂടെ വേണ്ടുള്ളൂ, 0.5 സെഡ് റേസ് ടു -1 ഡബ്ല്യു ഓഫ് സെഡ് പ്ലസ് 0.4 സെഡ് റേസ് ടു -2, ഒരു ടേമും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആഡർ വേണം, പ്ലസ് 0.4 സെഡ് റേസ് ടു -2, 0.4 സെഡ് റേസ് ടു -2 ഡബ്ല്യു ഓഫ് സെഡ്. നമുക്കിതിനെ ഡബ്ല്യു ഓഫ് സെഡിലേക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഓഫ് സെറ്റും കിട്ടി. അപ്പം നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം നമ്മളിവിടെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ വഴി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? -0.6 സെഡ് റേസ് ടു -1 ഡബ്ല്യു ഓഫ് സെഡ് എന്ന് കിട്ടിയില്ലേ? ഈ പോയിന്റിലാണെങ്കിലോ -0.7 സെഡ് റേസ് ടു -2 ഡബ്ല്യു ഓഫ് സെഡ് എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ 0.4 സെഡ് റേസ് ടു -2 ഡബ്ല്യു ഓഫ് സെഡ് എന്ന് എഴുതാം. ഈ പോയിന്റിൽ വരുന്നത് 0.5 സെഡ് റേസ് ടു -1 ഡബ്ല്യു ഓഫ് സെഡ്. ഇങ്ങനെയാണ് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം ഇനി ഇതിനെ എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത്. വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. അതിന് സെഡ് ട്രാൻസ്ഫോം എടുത്തു, വൈ ഓഫ് സെഡിനെയും എക്സ് ഓഫ് സെഡിനെയും റീഅറേഞ്ച് ചെയ്ത് എഴുതി, വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു. അതിന് ഡബ്ല്യു ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ് ബൈ ഡബ്ല്യു ഓഫ് സെഡ് ഫോമിലേക്ക് റീറൈറ്റ് എഴുതി. അത് കഴിഞ്ഞ് ഡബ്ല്യു ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു 1/1 പ്ലസ് 0.6 സെഡ് റേസ് ടു -1 പ്ലസ് 0.7 സെഡ് റേറ്റ് -2 കിട്ടി. വൈ ഓഫ് സെഡ് ബൈ ഡബ്ല്യു ഓഫ് സെഡ് നമുക്ക് ഇതിന് വൈ ഓഫ് സെഡ് ബൈ ഡബ്ല്യു ഓഫ് സെഡും എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുക. നമുക്ക് ഡബ്ല്യു ഓഫ് സെഡും വൈ ഓഫ് സെഡും കിട്ടും. അതിനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. നീറ്റായിട്ട് ബ്ലോക്ക് ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് ചെയ്യാനുള്ള ഡയറക്റ്റ് ഫോം 2 റെപ്രസെൻറ്റേഷൻ ഓഫ് IIR സിസ്റ്റംസ്. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഡയറക്റ്റ് ഫോം 2ൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.